ഷുക്കൂർ, എന്താണ് ഈ മലബാറിനെ കുറിച്ച് നേരത്തെ ഇപ്പോൾ കോഴിക്കോട് ബ്യൂറോ ചീഫ് പറഞ്ഞല്ലോ, ഇവിടെ മധ്യ കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ഇവിടെയും മലബാറിൽ കാണുന്ന ഒരു പ്രധാന സംഗതി ഭരണവിരുദ്ധ വികാരം, മുസ്ലിം ലീഗ് ആൻഡ് കൺസോളിഡേഷൻ. ഇതേ സംഗതി ഈ പ്രത്യേകിച്ച് എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ UDF ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ്. അവിടെയും ഈ നിലയ്ക്കുള്ള ഒരു മെച്ചപ്പെട്ട മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പരമാവധി കോൺഫിഡൻസിലാണോ UDF ഉള്ളത്? നിഷാദ്, മുസ്ലിം ലീഗിനെ പോലെ താഴെ തട്ടിൽ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി മധ്യ കേരളത്തിൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊന്ന് ഇവിടെ ഇല്ല എന്നുള്ളതൊരു ദൗർബല്യമാണ് UDF-നെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ മലബാറിലേതുപോലുള്ള ഒരു വലിയ മുന്നേറ്റം എന്തായാലും മധ്യ കേരളത്തിൽ പൊതുവെ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ തന്നെ ബലത്തിൽ 3 ജില്ലകളിൽ അവർ കാര്യമായ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. അത് ഇടുക്കിയിലാണ്, എറണാകുളത്താണ്, ഇപ്പം കോട്ടയത്താണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കിയപ്പോൾ അത് ഏശുക പോലും ചെയ്യാത്ത ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ പോലെയുള്ള ഒരു ജില്ലയിൽ LDF-ന് ഇപ്പോഴും വലിയ പ്രതീക്ഷയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13-ൽ 12 സീറ്റും അവിടെ LDF നേടിയ ഒരു ജില്ലയാണ്. അവിടെ കേവലം 1 സീറ്റാണ് UDF-ന് ലഭിച്ചത്. അപ്പോൾ അത്തരം ഒരു ജില്ലയെ വെച്ച് മധ്യ കേരളത്തിൽ പൊതുവെ എല്ലായിടത്തും വലിയ മുന്നേറ്റമുണ്ടാക്കാമെന്നൊരു പ്രതീക്ഷ UDF-നില്ല. അതേസമയം അവിടെ വലിയ അതായത് ഇപ്പോഴുള്ള സീറ്റ് ഇതിൻ്റെ ഇരട്ടിയാക്കാൻ പറ്റുന്ന ഒരു സാധ്യത UDF മുന്നിൽ കാണുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം കേരള കോൺഗ്രസിൻ്റെ കൂടി കേന്ദ്രമായ ഇടുക്കി, ഒപ്പം തന്നെ UDF കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ എറണാകുളം, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മറ്റൊരു ശക്തി കേന്ദ്രം കൂടിയായ കോട്ടയം. ഈ 3 ജില്ലകളിൽ മുന്നേറ്റമുണ്ടാക്കി മറ്റ് പലയിടത്തെയും ദൗർബല്യങ്ങൾ പരിഹരിക്കാം. അങ്ങനെയെങ്കിൽ നിലവിലുള്ള ഈ മണ്ഡലങ്ങൾ, ഈ ജില്ലകളിലെല്ലാം ചേർത്തുള്ള 50 സീറ്റിൽ നിലവിൽ 16 സീറ്റാണ് UDF-നുള്ളത്. അതൊരു 30 സീറ്റാക്കാമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അത് എറണാകുളത്ത് പക്ഷേ ഈ നിലവിലുള്ള 14-ൽ അവർക്കുള്ളത് 9 സീറ്റാണ്. 14-ൽ 14 വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതേസമയം അതിനകത്ത് 2 സീറ്റിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ 14-ൽ 12 സീറ്റ് ഏറെക്കുറെ UDF-ന് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട്. എറണാകുളത്തെ സീറ്റുകൾ പറയുമ്പോൾ പിന്നെ കാണേണ്ടത് ഈ 2020 BJP-യുടെ കൂടെ പോവുകയും NDAയുടെ ഭാഗമാവുകയും ചെയ്തതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ. അപ്പോൾ അവിടെ പെരുമ്പാവൂരിൽ കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ പെരുമ്പാവൂരിൽ BJP-ക്ക് സ്വയം ഒരു 15,135 സീറ്റും 2020-ക്ക് 20,536 സീറ്റും അവിടെ കിട്ടിയിരുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 36,000 വോട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്നാൽ പെരുമ്പാവൂരിലുണ്ട്. അതൊക്കെ അതിപ്പോൾ ഒന്നിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് ആരെയാണ് കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത്? രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല എന്നുള്ളത് പ്രമോദരാമന് ഞാൻ പറഞ്ഞു നൽകേണ്ട കാര്യമില്ല. അത് പെരുമ്പാവൂരിൽ മാത്രമല്ല, കുന്നത്തുനാട് 42,000 വോട്ടാണ് 2020-ക്ക്. BJP-യുടെ ഒരു 15,000 വോട്ട് കൂടി ചേർത്താൽ വലിയ വോട്ടാണ്. അത്തരത്തിലൊരു വോട്ട് ലഭിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ ഫലം എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല. അതിന് കാരണം 2020 എന്ന് പറഞ്ഞാൽ UDF-നോടും LDF-നോടുമുള്ള ഒരു വിയോജിപ്പാണ് 2020 എന്ന പാർട്ടി. അതേസമയം അവർ BJP അല്ല, അവരെല്ലാം അതിൽ ഭൂരിഭാഗം പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ വോട്ടർമാരാണ്. അവർക്ക് പ്രത്യക്ഷത്തിൽ നേരിട്ട് അങ്ങനെ BJP-യിലേക്കോ BJP-യോട് ചേർന്ന് പോകാൻ താല്പര്യമുള്ള ആളുകളല്ല. 2020 NDA-ക്കൊപ്പം ചേർന്ന നിമിഷം ഞാൻ കുന്നത്തുനാട് നേരിട്ട് പോയതാണ്. അവിടെയുള്ള നിരവധി പേരുമായി സംസാരിച്ചാണ്. അവർ സാബുയും ജേക്കബിനെ വലിയ തോതിൽ അധിക്ഷേപിക്കുകയാണ്. തങ്ങളെ ക്രൈസ്തവ വീടുകൾ ആക്രമിക്കുകയും അവരെ പള്ളികൾ ആക്രമിക്കുകയും ചെയ്ത BJP-യോടൊപ്പം ചേർന്ന സാബുയും ജേക്കബിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് പ്രധാനപ്പെട്ട 2020-യുടെ പല പ്രവർത്തകരും പേര് വെളിപ്പെടുത്താതെ നമ്മളോട് പറഞ്ഞത്. അത് അങ്ങനെയാണെങ്കിൽ അവരുടെ സ്വാധീനം കുറേ, അവരുടെ തന്നെ പിന്നെ കോട്ടയായിരുന്ന സ്ഥലങ്ങളിൽ, ഇപ്പൊ കുന്നത്തുനാട്, പെരുമ്പാവൂര് പോലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് വോട്ട് കുറയുന്നു. മാത്രമല്ല 2020 ഫീൽഡ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ നോക്കിയാലും അതൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ, രാഷ്ട്രീയത്തെ ഒക്കെ ഗൗരവത്തിൽ കാണുന്ന ആളുകൾ, ഒരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാൻ ശേഷിയുള്ള ആളുകൾ എന്നൊക്കെ നോക്കൂല നമ്മൾ വോട്ട് ചെയ്യാൻ നേരം. അപ്പോൾ ഒരുപാട് തമാശ നമ്മളൊക്കെ കാണുന്നുണ്ട്. ഈ പല ആളുകളും അവരുടെ കാഴ്ചപ്പാട് പങ്കുവെക്കുന്നത്, രാഷ്ട്രീയം പങ്കുവെക്കുന്നത്, പല ആൾക്കും വോട്ട് പോലും ഉണ്ടായില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും കാൻഡിഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പക്ഷേ പിന്നെയാണ് മനസ്സിലാകുന്നത് വോട്ടില്ല എന്നുള്ളത്. അതുപോലും നോക്കാതെ ഒരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ചക്കയാണ്. അപ്പൊ അവരോട് ചോദിക്കുന്നത്, BJP ചോദിക്കുമ്പോൾ ചക്ക ഇങ്ങനെ അടർത്തി വെക്കുമ്പോൾ അതിനകത്ത് താമര പോലെയാണല്ലോ ചക്ക വിടർന്ന് വരുന്നത്. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു ബന്ധം ഇത് രണ്ടും തമ്മിലുണ്ട്. അതുകൊണ്ട് വോട്ട് ചെയ്യണം. എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു പെടാപ്പാടെന്നേ പറയുള്ളൂ.